നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞു. ആഗസ്റ്റിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ യോഗമാണ്. അപ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് ഇലക്ഷൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പരിശോധനാ റിപ്പോർട്ട് തിരിച്ചയച്ചു എന്നാണ് പറഞ്ഞത്. എനിക്കതിൽ അത്ര വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. കാരണം തിരിച്ചയക്കലിലും അംഗീകാരം കൊടുക്കാത്തത് രണ്ടാമത്തെയാണ്. പക്ഷെ തിരിച്ചയച്ചപ്പോഴും അതിനിടയിലൂടെ ജനറൽ സെക്രട്ടറി എം എ ബേബി പറയുന്നൊരു കാര്യമുണ്ട്. സഖാവ് എം എ ബേബി, അതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പോൾ അവർ തിരിച്ചയച്ചിട്ട് പറയാണ്, ചിലർക്ക് പാർലമെൻറ്റേറിയൻ മോഹമുണ്ടായി, അതാണ് പാർട്ടിക്ക് ഉണ്ടായ പ്രശ്നമെന്ന്. ആർക്കാണ് പാർലമെൻറ്റേറിയൻ മോഹം ഉണ്ടായത്? സഖാവ് ബേബി സഖാവേ, ഇവിടെ പാർലമെൻറ്റേറിയൻ മോഹമുണ്ടായത് ആർക്കാണ്? തളിപ്പറമ്പിലുള്ള ടി കെ ഗോവിന്ദൻ മാഷക്കാണോ? പയ്യന്നൂരുള്ള വി കുഞ്ഞികൃഷ്ണനാണോ? നിങ്ങളുടെ അർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കാം, അവർക്ക് പാർലമെൻറ്റേറിയൻ മോഹം ഉണ്ടായെന്ന്. അവർക്ക് ആ മോഹം എവിടുന്ന് വന്നു? അത് പരിശോധിക്കണ്ടേ നമുക്ക്? അവർക്ക് ആ പാർലമെൻറ്റേറിയൻ മോഹം എങ്ങനെ വന്നു? അത് വരാനിടയാക്കിയ കാരണക്കാരെ കണ്ടെത്തണ്ടേ? അവർക്ക് ശിക്ഷ നൽകണ്ടേ? തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരാജയം സംഭവിച്ചു എന്ന് സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് എം എ ബേബി കഴിഞ്ഞ ദിവസം പഠന ക്ലാസ്സിൽ ഉൾപ്പെടെ ചില ഉദാഹരണങ്ങൾ ഉദാഹരിച്ചുകൊണ്ട്, അതായത് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നിർത്തുമ്പോൾ ഞാനത് വിലക്കണമായിരുന്നു, അതായത് എനിക്ക് പാർലമെൻറ്ററി മോഹമില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടില്ലേ? തളിപ്പറമ്പ് മണ്ഡലത്തിൽ ശ്യാമള ടീച്ചറെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് ഒരാളൊഴികെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ശ്യാമൾ ടീച്ചറും അതുപോലെ തന്നെ ഒരു 3-4 പേര് പറഞ്ഞിട്ടുണ്ടാവും. ശ്യാമൾ ടീച്ചർ, കെ കെ രാഗേഷ്, എം വി ഗോവിന്ദൻ മാഷ്. അതിനപ്പുറം ആളുകൾ ശക്തമായി എതിർത്ത അണികൾ ഉൾപ്പെടെ ടി കെ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന പാർട്ടിയുടെ എന്താ പറയേണ്ടത് അടിവേര് കണ്ണൂർ ജില്ലയുടെ അറ്റുപോകുമ്പോൾ അത് നിലനിർത്തേണ്ടത്. കാരണം ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. എന്നോടൊരാൾ പറഞ്ഞു, ടി കെ ഗോവിന്ദൻ മാഷ പത്ര സമ്മേളനം ഉണ്ട്, കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയാളെല്ലാം ആര് കാണുന്നു? കാരണം അദ്ദേഹത്തിന് അത്രയും വില കൊടുക്കുന്നില്ല. പാർട്ടിയിൽ നിന്ന് അത്രമാത്രം പാർട്ടി മെമ്പർമാർക്ക് പോലും ശത്രുത ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളായിരുന്നു സഖാവ് പിണറായി വിജയനും ഗോവിന്ദൻ മാഷുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയൊക്കെ എന്താ പറയേണ്ടത് മനസാക്ഷി സൂക്ഷിപ്പുകാരായി. ആ നിലയിൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ എന്ത് കാര്യം അറിയുന്നുണ്ടെങ്കിലും ടി കെ ഗോവിന്ദൻ മാഷ് അറിയാത്തൊരു കാര്യം അറിയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാളെ പത്രസമ്മേളനം കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം കാണാൻ താല്പര്യമില്ല എന്ന് പറയുന്നില്ലേ? താല്പര്യമുള്ളവരുണ്ട്. എന്നാലും ഒരു വിഭാഗം ആളുകൾ ഗോവിന്ദൻ മാഷുടെ, എം പി ജയരാജൻ്റെ, എ കെ ബാലൻ്റെ, വിജയരാഘവൻ്റെ ഒക്കെ പത്രസമ്മേളനം കാണുമ്പോൾ, കെ കെ രാഗേഷിൻ്റെ പത്രസമ്മേളനം കാണാൻ താല്പര്യപ്പെടാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അതിലൊരാളാണ് ഞാനും. അപ്പോൾ അതുപോലെ ടി കെ ഗോവിന്ദൻ മാഷ് താല്പര്യമില്ലാത്ത ആളുണ്ടായിരുന്നു. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള നിലയിൽ തളിപ്പറമ്പുകാർ തിരഞ്ഞെടുത്തതാണ്. വി കുഞ്ഞികൃഷ്ണൻ പോകാൻ കാരണം അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. ഒരു പാർലമെൻറ്റേറിയൻ മോഹം കൊണ്ട് പോയതൊന്നുമല്ല. പക്ഷേ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയെന്ന ആരോപണ നിലയിൽ നിൽക്കുന്ന അദ്ദേഹം മത്സരിച്ചാൽ ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മത്സരിച്ചതാണ്. ജയിക്കുമെന്ന പ്രതീക്ഷ പോലുമില്ല. കാരണം പ്രചരണം പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ജയിപ്പിച്ചത് അവിടുത്തെ പാർട്ടിക്കാരല്ലേ? ഇവർ രണ്ടുപേരെയും ജയിപ്പിച്ചത് പാർട്ടിക്കാരാണ്. അപ്പോൾ അവരെന്തിനു പോയി? തന്ന് സംഭവിച്ച തെറ്റ് തിരുത്തി അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയല്ല. എന്നിട്ട് ഇപ്പോൾ പിന്നെയും പറയുകയാണ്, ന്യായീകരിക്കുകയാണ്. ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം താഴ്ന്ന് ഒരു ഏരിയ സെക്രട്ടറിൻ്റെ നിലയിൽ താഴാൻ പാടില്ല. അവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അവർക്ക് പാർലമെൻറ്റേറിയൻ മോഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദൻ മാഷക്ക് പാർലമെൻറ്റേറിയൻ മോഹമില്ലേ? സഖാവ് പിണറായി വിജയൻ പാർലമെൻറ്റേറിയൻ മോഹിയല്ലേ? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറണ്ടേ? അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലല്ലേ ഇലക്ഷൻ പ്രചരണം നടന്നത്? ഇവിടുത്തെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളല്ലേ? ദയനീയമായ ചരിത്രത്തിലില്ലാതെ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറിക്കണ്ടേ? ജനങ്ങൾ
എല്ലാ ചർച്ചകളിലും പറഞ്ഞില്ലേ, എല്ലാ ബ്രാഞ്ച് മുതൽ ലോക്കൽ മുതൽ ആളുകൾ വാട്സപ്പിലും മെയിലിലും എല്ലാം അയച്ചു. മെയിലിലും വാട്സപ്പിലും അയച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അതിൽ നിന്ന് പ്രതിവിധി ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇവർക്ക് പാർലമെൻറ്ററി മോഹം ഇല്ല. ശരിക്കും പാർലമെൻറ്ററി മോഹം ഇവർക്കാണ്. ബേബി സഖാവ് നട്ടല് അവരുടെ അത് അത്ര ഉപയോഗിക്കുന്നില്ല, നട്ടലുണ്ട് അവർക്ക്. പക്ഷെ നിവർന്നു നിന്ന് അടിമത്വമില്ലാണ്ട് പറയാൻ പഠിക്കണം. പിണറായി മാറി നിൽക്കണം, ഗോവിന്ദൻ മാഷ് മാറി നിൽക്കണമെന്ന്. പ്രായം ഇന്നും 16 പിണറായിക്ക്. ബാക്കി പലർക്കും പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് മാറി നിൽക്കുക. പിണറായിക്ക് പ്രായമില്ല. പിണറായിയോടുകൂടി അസ്തമിക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് പലപ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്താണ് അവസ്ഥ? ഞാൻ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷയോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റാളുകളെ കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിൽ ഈ ചെങ്കൊടിയോ പിടിച്ചതല്ല. രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് ചുവന്ന ആ ചെങ്കൊടി പിടിച്ചത് അവരെ കണ്ടിട്ടാണ്. പൂർവികന്മാർ നയിച്ച സമരത്തിൻ്റെയും ത്യാഗത്തെയും കണ്ടിട്ടാണ്. അപ്പോൾ പാർലമെൻറ്ററി മോഹം നിങ്ങളിത് നാഴികക്ക് 40 വട്ടം പറഞ്ഞതുകൊണ്ട് ജനങ്ങൾ അസ്വസ്ഥരാണ്. നിങ്ങളുടെ ഓരോ പ്രസ്താവനകളിലും ജനങ്ങൾ അസ്വസ്ഥരാണ്, വെറുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ പരിപാടികളിൽ ആളോർവാ. ചില ബ്രാഞ്ച് കമ്മിറ്റികൾ പോലും നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എനിക്ക് നേരിട്ടറിയാം. ഇതിൻ്റെ കാരണം ഇതാണ്. അവർ അഭിപ്രായം പറഞ്ഞു, അതിനെ നിങ്ങൾ പരിഗണിച്ചിട്ടില്ല. പിണറായി വിജയനും എം.വി. ഗോവിന്ദൻ മാഷ് മാറി നിന്നിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും ഇതിൻ്റെ അവസ്ഥ. കനത്ത വില കൊടുക്കേണ്ടി വരും. പരിപാടികളിലൊക്കെ താൽക്കാലികമായിട്ട് ചില ആളുകൾ വരും, പക്ഷേ ഇതുപോലെ ചില പണികൾ എവിടുന്നെങ്കിലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് പാർലമെൻറ്റേറിയ മോഹം ഉള്ളത് പോളിറ്റ് ബ്യൂറോയിലേക്ക് വിരൽ ചൂണ്ടുക. അവിടെ പാർലമെൻറ്റേറിയ മോഹമുള്ള 2 പേരുണ്ട്, അവരെ മാറ്റി നിർത്തുക. അധികാരമോഹമുള്ള 2 പേരുണ്ട്. പ്രായത്തിൻ്റെ നിബന്ധനകൾ വെച്ചിട്ടില്ലേ, നിങ്ങൾ ഭയങ്കര ആദർശം പറയില്ലേ. അപ്പോൾ സാധാരണ പ്രവർത്തകർക്ക് ഒരു മെമ്പർഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അംഗീകാരം കൊടുക്കുമ്പോഴത്തേക്ക് അതിന് നിയമം കൊണ്ടുവരില്ലേ? VS അച്യുതാനന്ദന് ഈ പരിഗണന കൊടുത്തിട്ടില്ല. ഈ പരിഗണന ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ത്യാഗം സഹിച്ച VS അച്യുതാനന്ദന്. അപ്പം അതുകൊണ്ട് പാർലമെൻറ്റേറിയ മോഹമുള്ള രക്തസാക്ഷി ഫണ്ട് കെട്ട ഇത്തരം ആളുകൾക്ക് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? തെറ്റ് ചെയ്തു എന്ന് ഏറ്റു പറഞ്ഞതോടുകൂടി ഒഴിവാക്കുകയാണോ? അങ്ങനെയാണോ രീതി? അവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനോ ഇലക്ഷനിൽ പരാജയപ്പെട്ട ലോക്കൽ കമ്മിറ്റി അംഗത്തെയും ഏരിയ കമ്മിറ്റി അംഗത്തിനെയും നടപടിയെടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന പാർട്ടി എന്തുകൊണ്ട് സംസ്ഥാന നേതാക്കന്മാരിലേക്കും ജില്ലാ നേതാക്കന്മാരിലേക്കും പോകുന്നില്ല? ഇപ്പോഴും മധുസൂദൻ പല പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. തിരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.